ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകാവേ. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഏത്തപ്പഴം വെച്ചൊരു ഇലയുടെയാണ്, ഒരു വെറൈറ്റി ഇലയുടെ. അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. ഒരു പാൻ അടുപ്പി വെച്ച് ചൂടായ ശേഷം അതിൻ്റെ അകത്തോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇട്ട് കൊടുക്കാം. ആ നെയ്യ് ഇവിടെ കിടന്നൊന്ന് മെൽറ്റ് ആവട്ടെ. അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഇതവിടെ കിടന്നൊന്ന് റെഡിയായി വരട്ടെ. കശുവണ്ടി നമുക്ക് വറുത്ത് കോരി വെക്കാം. കശുവണ്ടി വറുത്ത് മാറ്റി വെച്ചേ. നമുക്കിനി അതേ പാനിലേക്ക് തന്നെ ഒരു 2 ഏത്തപ്പഴം അരിഞ്ഞതിട്ട് കൊടുക്കാവേ. 2 മതി. കൂടുതൽ ആൾക്കാരുള്ളവർക്ക് കൂടുതലിന്. ആ നെയ്ക്കകത്ത് കിടന്ന് ഈ ഏത്തപ്പഴം ഒന്ന് ചെറുതായിട്ട് വഴന്ന് വരട്ടെ. ഏത്തപ്പഴം ഒരുമാതിരി ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ അകത്തോട്ട് ചിരണ്ടിയ തേങ്ങ ഇട്ട് കൊടുക്കാവേ. 1 കപ്പ് ചിരണ്ടിയ തേങ്ങ കേട്ടോ. അതിട്ട് നല്ലതുകൊണ്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങ ഒരുമാതിരി അതിൻ്റെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഒരു 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇത് അവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് ആയി വരട്ടെ. ഇതിൻ്റെ അകത്തോട്ട് നമ്മളിവിടെ ഒരു ചെറിയ ശർക്കര പാനി കാച്ചി വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇതിനി ഇവിടെ കിടന്ന് നല്ലവണ്ണം ഒന്ന് പറ്റി വരട്ടെ. ഇത് ചെറുതായിട്ട് ഇങ്ങനെ പറ്റി ഇങ്ങനെ എല്ലാം കൂടി ചേർന്ന് വന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാം. കശുവണ്ടി വറുത്തതിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ചൂട് ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് അടുത്ത പരിപാടി ചെയ്യാം. നമ്മളിവിടെ വാഴയില വാട്ടി വെച്ചിട്ടുണ്ട്. സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടാവട്ടെ. ഒരു ഇല എടുത്തിട്ട് അകത്ത് കുറച്ച് നെയ്യ് വരട്ടണം. നെയ്യ് വരട്ടിയിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇലക്കകത്തോട്ട് ഇട്ട് കൊടുക്കണേ. നമുക്കത് നല്ലവണ്ണം മടക്കി ഇങ്ങനെ സ്റ്റീമറിൻ്റെ അകത്ത് ഓരോന്ന് വിധം വെച്ച് കൊടുക്കാവേ. അങ്ങനെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ എല്ലാം റെഡിയാക്കി സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം. ഏത്തപ്പഴ ഇലയുടെ റെഡിയായെന്ന് നോക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് ചൂടാറട്ടെ. എന്നിട്ട് നമുക്ക് എടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ആഹാ, നമ്മുടെ ഏത്തപ്പഴം വെച്ചുള്ള അട. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.